ബുദ്ധി കുറവുള്ള ആളുകളെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ? ഒരു സ്പെഷ്യൽ കെയറിംഗ് ഒക്കെ ആവശ്യമുള്ള ഒരാളുകളെ കാണുമ്പോൾ നമുക്ക് ബിഹേവിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു സ്പെഷ്യൽ കെയർ ആവശ്യമുള്ള ഒരാളാണോ എന്നൊക്കെ. എന്നാൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ടോപ്പിക്ക് ഇതേപോലെ ബുദ്ധി കുറവുണ്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളെ പറ്റിയിട്ടാണ്. ഇവർക്ക് IQ അഥവാ ഇന്റലിജന്റ് കോഷ്യന്റ് നല്ല കുറവായിരിക്കും, പക്ഷേ മെന്റൽ റിട്ടാർഡേഷൻ അതിൽ സ്കോറിൽ കുറവൊന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നമുക്ക് കേസിലേക്ക് കടക്കാം. ഒരു 35 ഇയർ ആയിട്ടുള്ള ഒരു വുമൻ തൻ്റെ ഹസ്ബൻഡിനായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിനെ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് സ്വഭാവമുള്ള, അധികം സംസാരിക്കാത്ത ഒരാളെന്ന് മാത്രമേ തോന്നുള്ളൂ. അങ്ങനെ ഹസ്ബൻഡിനെ പുറത്തെടുത്തി സ്ത്രീയായിട്ട് സംസാരിച്ചു. അപ്പം അവർ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 3-4 വർഷമായി. ആളെ തീരെ ജോലിക്ക് പോകാൻ ഭയങ്കര മടിയാണ്. അതുപോലെ പല്ല് തേക്കാനും കുളിക്കാനും ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര സ്ലോ ആണ്. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് ഇത്ര കാലമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. കല്യാണം ഉറപ്പിക്കുന്നതിൻ്റെ മുന്നേ ഒരുപാട് ഫോൺ വിളിക്കുമായിരുന്നു. ഫോൺ വിളിക്കുമ്പോഴൊക്കെ ആൾക്ക് സംസാരിക്കാൻ ഭയങ്കര ബാക്കോട്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഇതൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഗേൾസിനോട് സംസാരിക്കാൻ മടിയുള്ള ഒരാളാണെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ അത് ശരിയാകുമായിരിക്കും എന്നൊക്കെ ആ സ്ത്രീ വിചാരിച്ചു. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ടും അയാൾ അടുത്തറിയാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പ്രശ്നം കൂടുകയാണ് ചെയ്തത്. ആള് സംസാരിക്കുന്നില്ല എന്നതിനപ്പുറം ബേസിക് ആയിട്ടൊരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് ആ വൈഫിന് കിട്ടേണ്ട കെയറിങ് ഇല്ല, സെക്ഷൽ നീഡ്സ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ജോബിന് പോകുന്നില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടാവാൻ തുടങ്ങി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീ പറയുന്നുണ്ട് ഇത് അവരുടെ 2ാം വിവാഹമാണ്, അതായത് ഹസ്ബൻഡിൻ്റെ 2ാം വിവാഹമാണ്. ആ സ്ത്രീക്ക് നിറം കുറവായതുകൊണ്ട് കല്യാണം ഒന്നും ശരിയാവാഞ്ഞപ്പോൾ അവരുടെ 2ാം വിവാഹമാണോ എന്നൊന്നും ആ കാര്യത്തിൽ ഫോക്കസ് ചെയ്തില്ല. നമ്മൾ മനുഷ്യൻ ഒരാൾ നല്ലതാവണം എന്ന് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചതാണ്. പിന്നെ അതിനുശേഷം കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്ന് സ്ത്രീ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അവർ പറഞ്ഞ വേറൊരു കേസ് എന്താണെന്ന് വെച്ചാൽ, കുളിച്ചിട്ട് വാഷ്റൂമിൽ നിന്ന് പുറത്തേക്കൊക്കെ വരുമ്പോൾ റൂമിലേക്ക് വരാണെങ്കിൽ ഡൈനിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഇടാതെ തന്നെ പോകും. ഒരു നാണോ മാനോ ഇല്ലാതെ പോവുമായിരുന്നു. അതുപോലെ ഇത് ആ വൈഫിൻ്റെ മുന്നിൽ മാത്രമല്ല, അവരുടെ പാരൻസ് ആയാലും സിസ്റ്റർ ആയാലും ആരുണ്ടായാലും അവർക്കൊരു നാണമില്ല, ഒരു പ്രശ്നവുമില്ല ഡ്രസ്സ് ഇടാതെ അവരുടെ മുന്നിൽ നിൽക്കാൻ. ഇയാൾക്ക് ജോലിക്ക് പോകാൻ ഭയങ്കര മടി ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ ഉപ്പ ഒരു മസാലക്കട വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കറക്റ്റ് ടൈമിന് ഓപ്പൺ ചെയ്യൂല, എല്ലാ ദിവസവും അവിടേക്ക് പോവൂല, അങ്ങനത്തെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായി. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ സൈക്കോളജിസ്റ്റ് സ്വാഭാവികമായിട്ടും IQ ടെസ്റ്റ് ചെയ്തു. IQയിൽ ഒരു ഗണ്യമായിട്ടുള്ള ഒരു കുറവ് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ മെന്റൽ റിട്ടാർഡേഷൻ്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇത് ഉൾപ്പെടുത്താനും പറ്റുന്നില്ല. പിന്നീട് സൈക്കോളജിസ്റ്റ് ചെയ്തത് ഈ ഹസ്ബൻഡിന്റെ സ്വഭാവം മാറാനുള്ള ബിഹേവിയറൽ മോഡിഫിക്കേഷൻ തെറാപ്പീസും ട്രെയിനിങ്ങും, ഒന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡ് കൂടാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. പിന്നെ ഒരുപാട് വ്യത്യാസം, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ഈ വൈഫ് വിചാരിച്ച പോലെ ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ വൈഫിന് കിട്ടേണ്ട കെയറിങ്, അതുപോലെ ജോലിക്ക് പോവുക, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാൻ, ഒരു പരിധി വരെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ ഈ ട്രെയിനിങ് ഒക്കെ വഴി സാധിച്ചെടുത്തു. പിന്നീട് ഈ വൈഫ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് പ്രഗ്നന്റ് ആവണം, ഒരു കുട്ടി വേണം, എന്നാലേ കുറച്ചും കൂടെ ഒരു ഫാമിലി ലൈഫിലേക്ക് ഈ ഹസ്ബൻഡും കൂടെ ഇൻവോൾവ് ആവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അത് തന്നെ ഈ ഹസ്ബൻഡിനെ എടുത്തിട്ട് ഈ സെക്ഷൽ എഡ്യൂക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഈ ഹസ്ബൻഡിന് സെക്സ് എന്താണെന്നോ അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നതിനെ പറ്റിയിട്ട് ഒരു നോളജ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈഫിനും ഹസ്ബൻഡിനും ഒരുമിച്ചിരുത്തി സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം ഒരു 1 month 2 monthന് ശേഷം നോക്കിയപ്പോഴൊന്നും ഇവർ പ്രഗ്നൻ്റ് ആയില്ല. ദെൻ ഇവർ റെഫർ ചെയ്തത് ഒരു മെഡിക്കൽ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ്, എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷനിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ ഡിസ്ഫങ്ഷൻ ഒന്നുമില്ല. പിന്നെ വൈഫ് ഡോമിനൻ്റ് ആയിട്ട് വരുന്ന പൊസിഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പ്രഗ്നൻ്റ് ആയി നല്ലൊരു ഫാമിലി ലൈഫ് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഈ ഹസ്ബൻഡ് ഒരു IQ കുറഞ്ഞ ആളാണ്, അതുകൊണ്ട് ഇയാൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ ഒരുപാട് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഈ ട്രെയിനിങ്ങിലൂടെയൊക്കെ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രശ്നങ്ങളും ഇനിയും റെഡിയാക്കി എടുക്കുക, വഴിയെ റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹസ്ബൻഡിൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ട് അക്സെപ്റ്റ് ആക്കാനും ഈ വൈഫിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു തെറാപ്പീസ് മുന്നോട്ട് കൊണ്ടുപോകാനും അവരുടെ ഫാമിലി ലൈഫ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചു. ഇതേപോലെ നമ്മുടെ ഇടയിലും ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. കുട്ടികളായാലും വലിയ ആളുകളായാലും ബുദ്ധിക്ക് കുറവുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവർക്ക് എന്തോ ഇവിടെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം. കുട്ടികളുടെ കേസിലൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാവുക ഇവരൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്, അല്ലെങ്കിൽ ഇവർ സംസാരിക്കാൻ മടിയില്ല, സംസാരിക്കാൻ പുറകോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ സ്പീഡ് കുറവുള്ള ഒരാളാണ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. പെട്ടെന്നൊന്നും അവർക്ക് ബുദ്ധിക്ക് IQയിൽ കുറവുണ്ടോ മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി
വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു 15-16 വയസ്സിന് മുന്നേ ആയിട്ട് ഒരു പ്രോപ്പർ IQ ടെസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അണ്ടറിൽ പ്രോപ്പർ IQ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ട്രെയിനിങ്ങും തെറാപ്പീസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ ഇവർക്ക് നല്ല രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നിർത്തുന്നു. താങ്ക് യു.